പൂജപ്പുര ജയിലിലെ 8-ാം ബ്ലോക്കിലുള്ള 23-ാം നമ്പർ സെല്ല് തുറക്കാറില്ല. അതൊരു സ്മാരകമായി തുടരുകയാണ്. സമരനായകൻ A.K. ഗോപാലന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന അതേ സെല്ലിന്റെ മാതൃക ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ജയിൽ വകുപ്പിന്റെ പവലിയൻ. പണിമുടക്കുകളിലും കർഷക സമരങ്ങളിലും പങ്കെടുക്കുക, പോലീസുകാരെ ശകാരിക്കുക, ജയിലിൽ പോകുക, സന്ദർഭമില്ലാത്തിടത്തും ജയിലിൽ പോകാനുള്ള സന്ദർഭം സൃഷ്ടിക്കുക, അവിടെ പോലും ലാത്തിചാർജിനും ഏറ്റുമുട്ടലിനും അവസരമുണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു എന്റെ രാഷ്ട്രീയ ജീവിതചര്യ. ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ, A.K. ഗോപാലൻ. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ജയിൽ വകുപ്പിന്റെ പവലിയനുള്ളിൽ കയറിയാൽ പലതര സെല്ലുകൾ കാണാം. അതിലൊന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലെ 8-ാം ബ്ലോക്കിലുള്ള 23-ാം നമ്പർ സെൽ. അവിടെയാണ് 3 തവണയും AKGയെ പാർപ്പിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ത്രിവർണ പതാക ഉയർത്തി സ്വാതന്ത്ര്യ പ്രസംഗം നടത്തിയ വിപ്ലവകാരി. 20-ലധികം ദിവസം വരെ നീണ്ടുനിന്ന നിരാഹാര സമരങ്ങൾ ജയിലിനുള്ളിൽ നടത്തി. തടവുകാരുടെ അവകാശങ്ങൾ നേടിയെടുത്ത സമരനായകൻ. വിലങ്ങിടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ സ്വയം വാദിച്ച പോരാളി. വെല്ലൂരിൽ തടവിൽ കഴിയുമ്പോൾ സാഹസികമായി ജയിൽ ചാടി. ജയിലും AKGയും തമ്മിലുള്ള സംഘർഷഭരിത ചരിത്രം അങ്ങനെ നീളുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മദ്രാസ് ഗവൺമെന്റ് EMS അടക്കമുള്ള നേതാക്കളെ ജയിൽ മോചിതരാക്കുമ്പോൾ കണ്ണൂർ ജയിലിൽ ഏകാന്ത തടവുകാരനായിരുന്നു AKG. 1962, 64, 65 വർഷങ്ങളിലാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭജന സമയത്തും ഇന്ത്യ ചൈന യുദ്ധ സമയത്തുമാണ് അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. യൗവനം മുഴുവൻ തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചെലവഴിച്ചു. ഒടുവിൽ ആ ലക്ഷ്യം നിറവേറിയ ദിനത്തിലും ഒരു തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വന്നതിൽ വലിയ വേദനയുണ്ടായിരുന്നു AKGക്ക്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ നീതി നിഷേധ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായി ജയിലിൽ കഴിയേണ്ടി വന്ന പാവങ്ങളുടെ പടത്തലവന് സ്വാതന്ത്ര്യാനന്തരം കേരള ജയിൽ വകുപ്പ് നൽകുന്ന സ്മരണാഞ്ജലി. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.